activities are very important, because that gives rise to, or that is what involves oxygen for us, due to which life becomes possible on earth. Research has shown that the marine existence, the existence of various marine animals, the fish and so on, marine organisms, have been seriously affected. Last week or so, I talked with a fisherman and just asked him whether, do you find all the fishes that were existing, say 10, 20 years back, are those fish available today in the sea? The fisherman said, no, it's not there. So you see, a lot of fish has become almost extinct. So these are clear signs that we are on the road to destruction. There's no doubt about it. We must realize this at this point of time. The people should be made aware of the overconsumption of luxurious items. So we understand the implications of the depletion of ozone layer. We also understand that we are the cause of this depletion. We should take remedial steps. In the first place, we understand what is causing this depletion. Man-made substances, we are responsible for it. Once we understand that, we have to know about the consumption of such substances which lead to destruction of life on earth. The educationists, teachers, students, the college campus must talk about these issues, because this is something which is going to cause a distraction of the future generations. The future generations are on a path to destruction. We must stop it. Thank you. പ്രണയത്തിന് ഇത്രമേൽ ചന്തമുണ്ടെന്ന്, സുഗന്ധമുണ്ടെന്ന്, പ്രണയത്തെപ്പറ്റി ഇനിയും പറയാനേറെയുണ്ടെന്ന് ഓർമ്മിച്ച് അദ്ദേഹം നമുക്കായി വീണ്ടും എഴുതുകയാണ്. നമ്മുടെ സ്വന്തം ONV. പ്രണയികൾ ഏതു നേരത്തും മോഹിക്കുന്ന ആ ഒരു കാര്യം, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ദേവരാജൻ മാഷിന്റെ ഇനത്തിലാണ് നാം കേട്ടത്. അരികെ നീയുണ്ടായിരുന്നെങ്കിൽ, അരികെ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികെ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മാണിക്യവീണയുമായി മനസ്സിൻ്റെ താമര പൂലുന്ന നാളെ എഴുതിയത് 1965 ഇന്നും ആ ഗാനം എത്രയോ ഹൃദ്യമാണ് നമുക്ക്. മാണിക്യവീണയുമായ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. മാണിക്യവീണയുമായ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ.
ഒരു പ്രണയത്തിന്റെ മൃദുസ്പർശം അനുവാചകരുടെ അന്തരംഗത്തെ തൊട്ടുണർത്തുന്നതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ ഗാനം. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിന്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്തു കിരണം പൂവ് ചാർത്തിയ പോലെ തന്നെ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ, കുളിർ പകർന്നു പോകുവതാരോ, തെന്നലോ തേൻതുമ്പിയോ പൊന്നരയാലിൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നര കുമാരനോ. പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ, കുളിർ പകർന്നു പോകുവതാരോ. രാത്രി കാമദേവന്റെ കാമിനിയാണെന്ന് വയലാറൊരിക്കൽ പറയുകയുണ്ടായി. പ്രണയ സ്വപ്നങ്ങൾക്കും പ്രണയ സമാഗമങ്ങൾക്കും എന്നും വേദിയാകുന്നത് ഇന്ദുപുഷ്പം ചൂടി നിൽക്കുന്ന ഈ മൃദുശീതളയാവിന് തന്നെ. കാമിനി പ്രണയേശ്വരനായി ഹൃദയത്തിൽ കാത്തുവച്ച പത്മരാഗതുല്യമായ പ്രണയവും സ്വപ്നങ്ങളും കടലിനഗാധതയിലെ മുത്തുകളേക്കാൾ പവിഴങ്ങളേക്കാൾ വിലയേറിയതല്ലേ? അതെ, കാമുകന് അതിനേക്കാൾ വലുതായൊന്നുമില്ല. കടലിനഗാധമാം നീലിമയിൽ, കടലിനഗാധമാം നീലിമയിൽ കതിർ ചിന്നും മുത്തുപോലെ പവിഴം പോലെ. കടലിനഗാധമാം നീലിമയിൽ കമനി നിൻ ഹൃദയത്തിനാഴത്തിലാരും അറിയാതെ കാത്തുവച്ചതേതുരാഗം. പത്മരാജന്റെയും ഭരതന്റെയും ഹരിഹരന്റെയും എന്തിനേറെ പറയുന്നു യുവ സംവിധായകൻ മധുപാലന്റെയും അടക്കം സിനിമകളിൽ വാൻവിയുടെ കയ്യൊപ്പുണ്ടായിരുന്നു. തന്റെ വിരൽത്തുമ്പിലൂടെ വിടരുന്ന വർണ്ണരേണുക്കൾ കേൾവിക്കാരുടെ മനസ്സിൽ നിത്യഹരിതമായി നിലകൊള്ളുന്നു. ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽ നിരവധി പണ്ഡിതന്മാരാൽ ശ്രേഷ്ഠമായ മണ്ണാണിത്. സാഹിത്യത്തിൽ മാത്രമല്ല, സംഗീതത്തിലും ശാസ്ത്രത്തിലും സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളിൽ വരെ ഈ തിരൂരുകാർ അഭിമാനകരമായ പങ്കാണ് വഹിച്ചത്. പക്ഷേ ഇവരിൽ എത്ര പേർ ഇന്ന് അംഗീകരിക്കപ്പെട്ടു? ചരിത്രം വിസ്മരിക്കപ്പെട്ട ഒരു പിടി പേർ ഇതിലുണ്ട്. മലയാളികളെ ഏറെ പുളകം കൊള്ളിച്ച് ഒരു പിടി ഗാനങ്ങൾ രചിച്ച് ഏവരാലും വിസ്മരിക്കപ്പെട്ട് ഒരു മഹാപ്രതിഭ നമ്മുടെ ക്യാമ്പസിനടുത്ത് തന്നെ ജീവിക്കുന്നുണ്ട്. ഗാനഗന്ധർവൻ യേശുദാസ് മുതൽ ഇന്നത്തെ റിയാലിറ്റി ഷോയിലെ പുതിയ പാട്ടുകാർ വരെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നിരന്തരം ആലപിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ ആരും തിരിച്ചറിയുന്നില്ല. ഗാനരചയിതാവും നാടകകൃത്തുമായ വാക്കാട് സ്വദേശിയുമായ ശ്രീ കെ പി കുട്ടിയുമായുള്ള അഭിമുഖ സംഭാഷണത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം.
കാലത്ത് മലയാളികൾ നെഞ്ചിലേറ്റിയ തോട്ടക്കാട്ടിലെ അമ്മത് കാക്കാൻ തുടങ്ങുന്ന ഗാനം എഴുതേണ്ട സാഹചര്യം സാറെന്ന് പറഞ്ഞു. ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് വാക്കാട് AMLP സ്കൂളിൻ്റെ വാർഷികത്തിന് ഏറ്റവും നല്ല ഒരു കഥാകൃത്താണ് CN ജോസഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കൊടുങ്കാറ്റാണ് എന്നൊരു നാടകം ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ അതിലൊരു നല്ലൊരു കോമഡി കഥാപാത്രമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു ഹാസ്യഗാനം എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് എഴുതിയത് ആ നാടകത്തിന് വേണ്ടിയാണ്. നാടകം കഴിഞ്ഞതിന് ശേഷം ആ പാട്ട് വളരെയധികം പ്രചാരത്തിൽ വന്നു. മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരുവിധം ഗായകന്മാരും കലാകാരന്മാരും പ്രത്യേകിച്ച് നമ്മുടെ ഈ റോഡിലൊക്കെ നടന്ന് മരുന്ന് വെക്കുന്ന ധരിച്ചും മരുന്ന് വെക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പാട്ട് ശരിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്താണ് നമ്മുടെ കലാഭവൻ മണി മാരുതി കേസറ്റിൽ ഈ പാട്ട് പാടി. അത് സത്യത്തിൽ എൻ്റെ സമ്മതം വാങ്ങിയിട്ടൊന്നായിരുന്നില്ല. ആൽബം കേട്ടപ്പോൾ നമ്മൾ അവർക്കൊരു കത്തയച്ചു, വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസർ ഇവിടെ ഇല്ല, വന്നാൽ ഞങ്ങൾ വിവരം പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടും ഇത് കാണാതിരുന്നപ്പോഴേ ഞാൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് അവർക്ക് കിട്ടിയപ്പോഴേ അവർ പിന്നെ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ്